അങ്ങനെ ഊട്ടി മൈസൂർ ട്രിപ്പിന് ശേഷം ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് വയനാട്ടിലേക്കാണ് കേട്ടോ. ഇത് ഉണ്ണിയേട്ടൻ്റെ ജിമ്മിലെ ഫ്രണ്ട്സും പിന്നെ അവരുടെ കുറച്ച് ഫാമിലിയും ഒക്കെ ആയിട്ടാണ് പോയത്. മക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവർക്ക് ഛർദിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലേക്കാണ് പോകുന്നത് എന്ന് അറിഞ്ഞെങ്കിൽ കൂടെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോണതെന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ കോൺക്രീറ്റുള്ള അതുപോലെ സ്റ്റെപ്പുകളൊക്കെ ഉള്ള വഴിയായിരുന്നു ഫസ്റ്റെങ്കിൽ കൂടെ. പിന്നെ നല്ല റിസ്ക്കുള്ള വഴികളായിരുന്നു, ദുർഘടമായിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ചെറിയ ചെറിയ കല്ലുകൾ കൂടെയൊക്കെ കയറിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഉണ്ണേട്ടൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു പോണോ വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടെ മനസ്സിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ നമ്മളുടെ, സമ്മതിച്ചില്ല. പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് കയറിപ്പോന്നു. കുറേ നേരമൊക്കെ ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് വന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് കയറി വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഈ ശിലാലിഖിതങ്ങളൊക്കെ കണ്ടപ്പോഴേ അവർ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കണേ, ആധുനിക ലോകത്ത് തന്നെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും നമുക്കവിടെ കയറി ചെല്ലാൻ ഇത്രയും ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർക്കൊക്കെ പ്രാന്തായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ നമ്മൾ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചത് ഏതെങ്കിലും കാട്ടുവാസി വല്ല വിവരമുള്ള പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നിട്ടേ ഇതിനുള്ളിൽ പാർപ്പിച്ചപ്പോൾ എങ്ങാനും അവരെഴുതി വരച്ചിട്ടുള്ളതാണോ ഇതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയിട്ടാ. നമ്മളുടെ കമലഹാസൻ്റെയൊക്കെ സിനിമയല്ലേ ഗുണ കേവിലുള്ളത്, അതുപോലെയൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തു പോയി. പിന്നെ ഇതാ ഈ സാധനം ഉണ്ടല്ലോ, നമ്മളെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ സലീം കുമാറിൻ്റെ ഭാര്യ സലീം കുമാറിന് ചെയ്ത് കൊടുക്കില്ലേ, അത് ഓർത്തിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നല്ല സുഖമുണ്ട് കേട്ടോ ഇത്, ഞാനത് വാങ്ങിയേ. പിന്നെ ഞങ്ങളുടെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. ഇതൊരു മലയുടെ മുകളിലായിരുന്നു. ഞങ്ങൾ രാത്രിയായിരുന്നു എത്തിയത്, അത് കാരണം ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഇത് രാവിലത്തെ സീനാണ് കേട്ടോ. ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. വരുമ്പോൾ കുറച്ച് തേയിലൊക്കെ കയ്യിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്ലൈമറ്റാണ് ഇവിടെ. നല്ല തണുപ്പും അതേപോലെ തന്നെ ചൂടും ഉണ്ട്. പിന്നെ നല്ല പച്ചപ്പും ഹരിതാഭയും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ബാണാസുര ഡാം കാണാനാണ് പോയത്. പിന്നെ വയനാട് എന്ന് പറയുന്നത് നല്ല സ്ഥലം എന്നാണ്. എനിക്കിഷ്ടപ്പെടാതിരുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അട്ടശല്യം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിൽ അത്യാവശ്യം അട്ടകളൊക്കെ കയറും. ആ ഒരു പേടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.